അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനായി കേരളത്തിൽ പ്രചരണത്തിന് ഇറങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ അത് നയിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആയിരിക്കും. ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളാണെന്നുള്ള യാതൊരു പരിഗണനയും ഇടതുപക്ഷത്തിന് രാഹുൽ ഗാന്ധി കൊടുക്കാൻ പോകുന്നില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ രണ്ടുപേരും രാഹുൽ ഗാന്ധിനെയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിനെയും ഇറക്കിയിട്ട് ഒരു റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് കേരളത്തിലെ KPCC നേതൃത്വം ലക്ഷ്യമിടുന്നത്. ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര പോലെ അത്രയും ജനങ്ങൾ ഒഴുകുന്ന ഒരു വലിയ യാത്ര ആയിരിക്കണം ഇതെന്നാണ് അവർ ആഗ്രഹിക്കുന്നതും. ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും CPM തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തവണ പണി പാളും. മാത്രമല്ല, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ ഒരു വലിയ പടയെ തന്നെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ സിറ്റിംഗ് MP ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ UDFനെ സംബന്ധിച്ചും 2026 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിധി എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും അല്ലെങ്കിൽ അസ്ത്രങ്ങളും അവർ പ്രയോഗിക്കുമെന്ന കാര്യം എന്തായാലും ഉറപ്പാണ്.